ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈലാഞ്ചി വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSLC കുട്ടികളുടെ ഇംഗ്ലീഷ് ചാപ്റ്ററിലെ ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന് പറയുന്ന WB ഈറ്റ്സിന്റെ ഒരു പോയമാണ്. ഈ ഒരു പോയം ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു പോയത്തിനെ കൂടി ഒന്ന് പരിചയപ്പെടാം. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന നമ്മുടെ ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത് WB ഈറ്റ്സ് ആണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് വില്യം ബട്ട്ലർ ഈറ്റ്സ്. ഈസ് ആൻ ഐറിഷ് പോയറ്റ് ആൻഡ് വൺ ഓഫ് ദ ഫോർമോസ്റ്റ് ഫിഗേഴ്സ് ഓഫ് 20th സെഞ്ചുറി ലിറ്ററേച്ചർ. അദ്ദേഹം ഒരു ഐറിഷ് പോയറ്റാണ്, അതുപോലെ തന്നെ 20th സെഞ്ചുറി ലിറ്ററേച്ചറിലുള്ള ഏറ്റവും ഫോർമോസ്റ്റ് ഫിഗർ തന്നെയാണ്. അതായത് ഏറ്റവും നല്ലൊരു വ്യക്തിത്വമാണ് വില്യം ബട്ട്ലർ ഈറ്റ്സ് എന്ന് പറയുന്നത്. In 1923, he was awarded the Nobel Prize in Literature for his inspired poetry. ഇൻസ്പയർഡ് പോയട്രി എന്ന ആ ഒരു വർക്കിന് 1923 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഈറ്റ്സ് ഈസ് വൺ ഓഫ് ദ ഫ്യൂ റൈറ്റേഴ്സ് who completed his greatest work after being awarded the Nobel Prize, which include The Tower and The Winding Stair and other poems. ഈറ്റ്സിന് നോബൽ പ്രൈസ് കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം ആ ഒരു വർക്ക് എഴുതി കംപ്ലീറ്റ് ആക്കുന്നത്. നമ്മുടെ ഈ ഒരു പോയത്തിൻ്റെ ടൈറ്റിൽ തന്നെ ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്നാണ്. അപ്പോൾ ബാലഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബാലഡ് ഈസ് എ ക്ലാസ് ഓഫ് പോയംസ്, എ സോർട്ട് ഓഫ് നറേറ്റീവ് സോങ്സ് നറേറ്റിംഗ് എ ട്രാജിക് ഓർ ഹീറോയിക് സ്റ്റോറി ബേസ്ഡ് ഓൺ എ സെൻട്രൽ ഹീറോയിക് ഇൻസിഡൻറ്റ്. ഇൻ ഇംഗ്ലീഷ് ട്രഡീഷൻ ബാലഡ്സ് ആർ കമ്പോസ്ഡ് ഇൻ ക്വാട്രൈൻസ് വിത്ത് ദ റൈമിംഗ് സ്കീം ഓഫ് ABCB. അപ്പോൾ എന്താണ് ബാലഡ് എന്ന് പറയുന്നത്? കഥ പറയുന്ന ടൈപ്പിലുള്ള പോയംസിനെയാണ് ബാലഡ് എന്നറിയപ്പെടുന്നത്. ഈ ഒരു ബാലഡിലൂടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ദുരന്ത കഥകളാണ്. അതുപോലെ തന്നെ ഒരു സെൻട്രൽ ഹീറോയെ ബേസ് ചെയ്തുകൊണ്ടുള്ള അത്തരത്തിലുള്ള വീരഗാഥ കഥകളൊക്കെ നമ്മൾ ബാലഡ്സിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇംഗ്ലീഷ് ട്രഡീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ബാലഡ്സ് എഴുതുന്നത് ക്വാട്രൈൻസ് ആയിട്ടാണ്. ക്വാട്രൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 4 ലൈനുള്ള ആ ഒരു സ്റ്റാൻസയാണ് നമ്മൾ ക്വാട്രൈൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റൈമിംഗ് സ്കീം എന്ന് പറയുന്നത് ABCB ആയിരിക്കും. അതിലെ 2ാമത്തെ ലൈനും അതുപോലെ തന്നെ 4ാമത്തെ ലൈനും സെയിം ആയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ റൈമിംഗ് സ്കീം വരുന്നത് ABCB എന്നാണ്. ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന ഈ ഒരു പോയത്തിൽ ഒരു ബാലഡിന് ഉണ്ടാവേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഈ ഒരു പോയത്തിൽ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗനെ കുറിച്ചാണ്. ഈ ഒരു പ്രീസ്റ്റിൻ്റെ ട്രാജഡിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ പ്രജകളുടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജനങ്ങളുടെ വിഷമങ്ങളും അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു പോയത്തിൽ 12 ക്വാട്രൈൻസ് ഉണ്ട്. ഒരു ക്വാട്രൈൻസിൽ 4 ലൈൻസ് ഉണ്ടാവും നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ 12 ക്വാട്രൈൻസ് ഉണ്ട്. അതുപോലെ അതിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് ABCB ആണ്. അതിൽ 2ാമത്തെയും 4ാമത്തെ ലൈൻ എൻഡ് ചെയ്യുന്നത് സെയിം ആയിട്ടായിരിക്കും. ഏകദേശം ഒരേ പ്രൊനൗൺസിയേഷനിലാണ് നമ്മുടെ 2ാമത്തെയും 4ാമത്തെയും ലൈൻ എൻഡ് ചെയ്യുന്നത്. The old priest Peter Gilligan was weary night and day, for half of his flock were in their beds or under green swords lay. ഈ ഒരു പോയത്തിൻ്റെ ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസയുടെ മീനിങ് പറയുന്നതിന് മുന്നേ നിങ്ങൾ ആ ഒരു ലൈൻ സെൻഡ് ചെയ്യുന്നത് നോക്കൂ, റൈം സ്കീം ഒന്ന് നോക്കാം. ഫസ്റ്റ് ലൈനിൽ ഗില്ലിഗൻ എന്ന ആ ഒരു വേർഡോട് കൂടി ആ ഒരു നെയിമോട് കൂടിയിട്ടാണ് എൻഡ് ചെയ്യുന്നത്. 2ാമത്തത് ഡേ എന്ന വേർഡാണ്. 3ാമത്തത് ബെഡ്, 4ാമത്തെ ലേ. അപ്പോൾ ഈ ഒരു 4 ലൈൻസിൻ്റെ എൻഡ് ചെയ്യുന്നത് നോക്കുമ്പോൾ 2ാമത്തെ ലൈനും അതുപോലെ 4ാമത്തെ ലൈനും എൻഡ് ചെയ്യുന്നത് സെയിം പ്രൊനൗൺസിയേഷനിലാണ്. അങ്ങനെയാണ് നമ്മൾ റൈം സ്കീം നോക്കുന്നത്. അപ്പോൾ റൈം സ്കീം വരുന്നത് ABCB എന്നാണ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗനെ കുറിച്ചാണ്. ഇദ്ദേഹമാണ് ഈ ഒരു പോയത്തിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിനെ കുറിച്ചാണ് ഈ ഒരു പോയത്തിൽ മുഴുവനായിട്ടും പറയുന്നതും. അപ്പോൾ ഈ ഒരു പോയത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് നോക്കാം. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ വാസ് വെറി നൈറ്റ് ആൻഡ് ഡേ. വെറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷീണിച്ച. ഇദ്ദേഹത്തിന് എല്ലാ നൈറ്റിലും അതുപോലെ തന്നെ എല്ലാ ഡേയിലും എല്ലായ്പ്പോഴും അദ്ദേഹത്തിന് ഒരു ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് എല്ലായ്പ്പോഴും ക്ഷീണം അനുഭവപ്പെടാനുള്ള കാരണം? ആ ഒരു കാരണം എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ലൈൻ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു കാരണം മനസ്സിലാവും. ഫോർ ഹാഫ് ഓഫ് ഹിസ് ഫ്ലോക്ക് വെർ ഇൻ ദ ബേർഡ്സ് ഓർ അണ്ടർ ഗ്രീൻ സോർഡ്സ് ലേ. ഇവിടെ ഫോർ എന്ന് ഉദ്ദേശിക്കുന്നത് ബിക്കോസ് എന്നുള്ള ആ ഒരു മീനിങ്ങിലാണ്. ഫ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീപ്പിൾ ഇൻ പാരിസ് അഥവാ പാരിഷ്നേഴ്സ്, ഇടവകയിലുള്ള ജനങ്ങളെയാണ് ഇവിടെ ഫ്ലോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൻ്റെ ഇടവകയിലുള്ള ജനങ്ങളിൽ പകുതി ഭാഗവും രോഗികളായിട്ട് കിടപ്പിലായിരിക്കുന്നു. ഇവിടെ ബെഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രോഗാവസ്ഥയിൽ കിടപ്പിലായിരിക്കുക എന്നുള്ളതാണ്. പിന്നെ സോഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുൽത്തറ അല്ലെങ്കിൽ പുൽത്തകിട്. അപ്പോൾ എന്താണ് ഈ ഒരു ലൈൻസിൽ പറയുന്നത്? തൻ്റെ ഇടവകയിലുള്ള പകുതി പേരും സുഖമില്ലാതെ കിടപ്പിലായിരിക്കുന്നു. മറ്റു ചിലർ അണ്ടർ ഗ്രീൻ സോഡ്സിലെ പുൽത്തകിടിനടിയിലായിട്ടാണ് ഉറങ്ങുന്നത്. അതായത് അവർ മരിച്ചു പോയവരാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഓൾഡ് പ്രീസ്റ്റ് മുഴുവനായിട്ടും പറയുന്നത്?
അദ്ദേഹത്തിൻ്റെ ഡേയിലും നൈറ്റിലും ഒക്കെ അദ്ദേഹം ടയേർഡ് ആവാനുള്ള കാരണം ഒന്ന് അദ്ദേഹത്തിന് ഹാർഡ് വർക്ക് കാരണവും മറ്റൊന്ന് തൻ്റെ ജനങ്ങളുടെ രോഗാവസ്ഥയും മരണവും ഒക്കെ കാരണമാണ് അദ്ദേഹം ആ ഒരു ഡേയിലും നൈറ്റിലും എല്ലായ്പ്പോഴും അദ്ദേഹം ഒരു ക്ഷീണിതനായിട്ട് അനുഭവപ്പെടുന്നത്. ആ ഒരു മാനസിക സംഘർഷം അനുഭവപ്പെടുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് എപ്പോഴും ക്ഷീണം തോന്നുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റാൻസ് നോക്കാം. വൺസ് വൈൽ ഹി നോഡഡ് ഇൻ എ ചെയർ അറ്റ് ദ മൂത്ത് ഹവർ ഓഫ് ദ ഈവ് അനദർ പുവർ മാൻ സെൻഡ് ഫോർ ഹിം ആൻഡ് ഹി ബിഗാൻ ടു ഗ്രീവ്. വൺസ് വൈൽ ഹി നോഡഡ് ഇൻ എ ചെയർ, ഒരിക്കൽ അദ്ദേഹം തൻ്റെ കസേരയിൽ ക്ഷീണിതനായിട്ട് വന്നിരുന്ന് ഉറക്കം തൂങ്ങിയിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് നോഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഉറക്കം തൂങ്ങുക അല്ലെങ്കിൽ തല അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്നതിന്, ഉറക്കം വന്ന് വീഴുന്നതിനെയൊക്കെയാണ് നമ്മൾ നോഡഡ് എന്ന് പറയുന്നത്. മോത്ത് അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളക്ക് പാറ്റകളൊക്കെ വരുന്നത്, വിളക്ക് പാറ്റകളെയാണ് മോത്ത് അവർ എന്ന് പറയുന്നത്. ഇവിടെ സൺസെറ്റിൻ്റെ ആ ഒരു ടൈം ആയിട്ടുണ്ട് അല്ലെങ്കിൽ സന്ധ്യാസമയമായിട്ടുണ്ട് എന്ന് കാണിക്കാൻ കൂടിയാണ് ഈ ഒരു ലൈൻ, ഈ ഒരു വേർഡ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ ആ ഒരു പ്രീസ്റ്റ് വളരെ അവശനായിട്ട് ഉറക്കം തൂങ്ങി ഒരു ചെയറിലിരിക്കുകയായിരുന്നു അല്ലേ. ആ ഒരു സമയത്താണ് പ്രീസ്റ്റിൻ്റെ അടുത്തേക്ക് ഒരാളെത്തുന്നത്. എന്തിനായിരുന്നു അയാൾ വന്നിട്ടുള്ളത്? അവിടെ ഒരാൾ സുഖമില്ലാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ അടുത്തേക്ക് ഈ ഒരു പ്രീസ്റ്റിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരാൾ വന്നിട്ടുള്ളത്. ആൻഡ് ഹി ബിഗാൻ ടു ഗ്രീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദുഃഖം. അപ്പോൾ ആ ഒരു സുഖമില്ലാത്ത ആ ഒരു സിക്മാൻ്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ നമ്മുടെ പ്രീസ്റ്റിന് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് 2 സ്റ്റാൻസ് നിങ്ങൾക്ക് ഓക്കെ ആയി എന്ന് കരുതുന്നു. മൂന്നാമത്തെ സ്റ്റാൻസ് നോക്കാം. ഐ ഹാവ് നോ റെസ്റ്റ്, നോ ജോയ്, നോ പീസ്, ഫോർ പീപ്പിൾ ഡൈ ആൻഡ് ഡൈ. And after cried he, God forgive. My body spake not I. അപ്പോൾ എന്താണ് ഈ ഒരു സ്റ്റാൻസിൽ പറയുന്നത്? ഐ ഹാവ് നോ റെസ്റ്റ്, എനിക്ക് റെസ്റ്റ് എടുക്കാൻ ഒരു ടൈമും കിട്ടുന്നില്ല. നോ ജോയ്, നോ പീസ്, എനിക്കൊരു സന്തോഷവും ഇല്ല, അതുപോലെ തന്നെ എനിക്കൊരു സമാധാനവും ഒന്നും തന്നെ കിട്ടുന്നില്ല. ഫോർ പീപ്പിൾ ഡൈ ആൻഡ് ഡൈ, എൻ്റെ പ്രജകൾ അല്ലെങ്കിൽ എൻ്റെ ജനങ്ങൾ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് ഒരു റെസ്റ്റോ സമാധാനമോ സന്തോഷമോ ഒന്നുമില്ല, പക്ഷേ എൻ്റെ ജനങ്ങളാണെങ്കിൽ ഒരു സൈഡിൽ മരിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഒരു പരാതി പോലെ അദ്ദേഹം ഇതിങ്ങനെ പറയുകയാണ്. ആ ഒരു പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ആ ഒരു പരാതി പറഞ്ഞ സമയത്തിന് അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവ് വരുന്നുണ്ട്. എന്ത് തിരിച്ചറിവാണ് അദ്ദേഹത്തിന് വരുന്നത്? ഒരു പരാതി പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സങ്കടത്തോടെ പറയുന്നുണ്ട്, ദൈവമേ എന്നോട് പൊറുക്കണം, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല, ഈ ഒരു സങ്കടങ്ങളൊന്നും തന്നെ എൻ്റെ ഒരു സങ്കടം കൊണ്ടും വല്ലായ്മ കൊണ്ടും ഒക്കെ പറഞ്ഞു പോയതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പശ്ചാത്താപിക്കുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ ക്രൈഡ് ഹി, ഗോഡ് ഫോർഗിവ്, മൈ ബോഡി സ്പേക്ക് നോട്ട് ഐ. അതായത് എന്താണ് ഇവിടെ പറയുന്നത്? അദ്ദേഹത്തിന് ഒരു റെസ്റ്റും ഇല്ല, സമാധാനവും സന്തോഷവും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു പോയത് ദൈവത്തിന് നിരക്കാത്ത കാര്യമായി പോയോ എന്നൊരു പേടി അദ്ദേഹത്തിൻ്റെ മൈൻഡിലുണ്ടാവുകയാണ്. അങ്ങനെ അദ്ദേഹം ദൈവത്തിനോട് ക്ഷമാപണം നടത്തുകയാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റാൻസ് നോക്കാം. ഹി നെൽറ്റ് ആൻഡ് ലീനിങ് ഓൺ ചെയർ ഹി പ്രേഡ് ആൻഡ് ഫെൽ അസ്ലീപ്പ് ആൻഡ് ദ മൗത്ത് ഹവർ വെൻ ഫ്രം ദ ഫീൽഡ്സ് ആൻഡ് സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ്. ഇവിടെ നെൽറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽമുട്ടാണ്. അദ്ദേഹം മുട്ടുകുത്തിക്കൊണ്ട് കസേരയിലേക്ക് ചാഞ്ഞ് പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തന്നെ അദ്ദേഹം ഉറങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ഫെൽ അസ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ കിടന്നിട്ട് അദ്ദേഹം ഉറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദ മൗത്ത് ഹവർ വെൻ ഫ്രം ദ ഫീൽഡ്സ്, നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു സന്ധ്യാസമയത്ത് വരുന്ന എല്ലാ പ്രാണികളും പോയി കഴിഞ്ഞിരുന്നു. എന്താണ് അതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ഒരു സന്ധ്യാസമയം കഴിഞ്ഞ് സമയം ഒരുപാട് ഇരുണ്ടിരുന്നു. ആൻഡ് സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ്, ആ ഒരു പ്രാണികളൊക്കെ പോയി ആകാശത്തിപ്പോൾ സ്റ്റാർസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. തൊട്ട് മുന്നുള്ള ഒരു സ്റ്റാൻസയിൽ പറയുന്നുണ്ട് ഈ ഒരു പ്രീസ്റ്റിൻ്റെ അടുത്തേക്ക് ഒരാൾ അയക്കുന്നുണ്ട് എന്ന്. എന്തിനാണ് അയക്കുന്നത്? ഒരാൾ സുഖമില്ലാതെ കിടക്കുന്നുണ്ട്, അയാളുടെ രോഗവിവരം പറഞ്ഞുകൊണ്ട് ഒരാളെ പ്രീസ്റ്റിൻ്റെ അടുത്തേക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ ആ ഒരു രോഗവിവരമൊക്കെ കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന് വളരെ സങ്കടമാവുകയാണ്, ഈ പ്രീസ്റ്റിന് വളരെ സങ്കടമാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം ആ ഒരു റൂമിൽ മുട്ടുകുത്തിക്കൊണ്ട് പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നുണ്ട്. അങ്ങനെ ആ മുട്ടുകുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം ഉറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥനയിൽ ഏർപ്പെടുന്ന സമയത്ത് അവിടെ സന്ധ്യാസമയമായിരുന്നു. ഒരുപാട് പ്രാണികളൊക്കെ ആ ഒരു വെളിച്ചത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം ഒരുപാട് വൈകിയിരിക്കുന്നു, പ്രാണികളൊക്കെ പോയി ആകാശത്ത് സ്റ്റാറുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത സ്റ്റാൻസ് നോക്കാം. They slowly into millions grew and leaves shook in the wind and God covered the world with shade and whispered to mankind. എന്താണ് ഇതിൽ പറയുന്നത്? നേരത്തെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ആ ഒരു സ്റ്റാറുകളുടെ എണ്ണം മില്യൺസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സമയം ഒരുപാട് വൈകും തോറും സ്റ്റാറുകളുടെ എണ്ണമൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. അതായത് രാത്രി ഒരുപാട് അതിക്രമിച്ച് കഴിഞ്ഞു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ലീവ്സ് ഷൂക്ക് ഇൻ ദി വിൻഡ്, ഇലകളൊക്കെ ഈ ഒരു കാറ്റിൽ ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഗോഡ് കവേർഡ് ദ വേൾഡ് വിത്ത് ഷെയ്ഡ്, ദൈവം ഈ ഒരു ലോകത്തെ ഒരു മറ കൊണ്ട് മറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുട്ടെന്ന ആ ഒരു മറ കൊണ്ട് നമ്മുടെ ഈ ഒരു ലോകത്തെ മറച്ചുകൊണ്ടിരിക്കുകയാണ്.
ആ ഒരു സമയത്ത് ആ ഒരു ഇലകളുടെയും കാറ്റിൻ്റെയും ഒക്കെ ആ ഒരു സൗണ്ട് ഒരു താരാട്ടുപാട്ട് പോലെ കേൾക്കുന്നുണ്ടായിരുന്നു. അതായത് എന്താണ് ഇവിടെ നടക്കുന്നത്? രാത്രി ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്, ആകാശത്ത് നക്ഷത്രങ്ങളുടെ എണ്ണം കൂടിക്കഴിഞ്ഞു, ഇലകളൊക്കെ ആ ഒരു കാറ്റിൽ ഇളകുന്നുണ്ട്, അവിടെ ഇലകളുടെയും കാറ്റിൻ്റെയൊക്കെ ആ ഒരു സൗണ്ട് വല്ലാതെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് ദൈവം ആ ഒരു ഇരുട്ട് എന്ന ആ ഒരു മറ കൊണ്ട് അത് ആ ഒരു ലോകത്തെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസ് നോക്കാം. Upon the time of sparrow chirp, when the mouse came once more, the old priest Peter Gilligan stood upright on the floor. സ്പാരോ എന്ന് പറഞ്ഞാൽ എന്താണ്? കുരുവിയാണ് അല്ലേ? അപ്പോൾ ഇവിടെ കുരുവിയെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മുഴുവൻ ബേഡ്സിനെയും കൂടെ കൂട്ടിയിട്ടാണ് ഇവിടെ സ്പാരോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബേഡ്സൊക്കെ ചിലയ്ക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു മോത്സ് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് മോത്സിൻ്റെ വരവ് എന്താ ഉദ്ദേശിക്കുന്നത്? സമയം പുലർന്നു തുടങ്ങിയിട്ടുണ്ട്, നേരം വെളുക്കുന്ന സമയത്തും ആ ഒരു ബേഡ്സ് ആ ഒരു പ്രാണികൾ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു സമയമായി തുടങ്ങിയിട്ടുണ്ട്. കിളികളുടെ ആ ഒരു ചിലക്കലൊക്കെ കേൾക്കുന്നുണ്ട്. ചെറുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവ ചിലക്കുന്നതിൻ്റെ ആ ഒരു സൗണ്ടിനെയാണ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ചെറുപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു സമയം വരെ എന്താണ് ആ ഒരു പ്രീസ്റ്റ് ആ ഒരു മുട്ടുകാലിൽ മുട്ടുകുത്തിക്കൊണ്ടായിരുന്നു ഉറങ്ങിയിരുന്നത്. അങ്ങനെ ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ സ്റ്റുഡ് അപ്രൈറ്റ് ഓൺ ദ ഫ്ലോർ. ഈ ഒരു കിളികളുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഉറക്കത്തിൽ നിന്ന് അദ്ദേഹം എഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. Mavron, Mavron, the man has died while I slept in the chair. He roused his horse out of its sleep and rode with little care. ഇവിടെ ഈ ഒരു മാവ്രോൺ എന്ന ആ ഒരു വേർഡിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിതീവ്രമായിട്ടുള്ള ആ ഒരു ദുഃഖം പ്രകടിപ്പിക്കുന്ന ഒരു വേർഡായിട്ട്, അങ്ങനെയുള്ള ഒരു വാക്കായിട്ടാണ് ഇവിടെ മാവ്രോൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്? അദ്ദേഹം വളരെ വിഷമത്തോടെ പറയുകയാണ്, ദ മാൻ ഹാസ് ഡൈഡ് വൈൽ ഐ സ്ലെപ്റ്റ് ഇൻ ദി ചെയർ. ഞാൻ ഈ ഒരു കസേരയിൽ കിടന്നുറങ്ങിയ ആ ഒരു സമയത്ത് ആ ഒരു മാന് മരിച്ചിട്ടുണ്ടാവും. കാരണം കഴിഞ്ഞ നൈറ്റിൽ തൻ്റെ അടുത്തേക്ക് മറ്റൊരാളുടെ അസുഖവിവരവും പറഞ്ഞു വന്നിരുന്നു. അയാളുടെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വന്നിരുന്നത്. ആ ഒരു സങ്കടം കേട്ട് അയാളുടെ ആ ഒരു ദുഃഖവിവരമൊക്കെ അറിഞ്ഞ് അദ്ദേഹം പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ആ ഒരു മുട്ടുകുത്തി നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഉറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉണർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു കുറ്റബോധം വന്നു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ആ ഒരു കുതിരയെ വളരെ കെയർലെസ് ആയിട്ട് ഉണർത്തി. അത് ഉറങ്ങുമായിരുന്നു. അപ്പം അതിനെ വളരെ കെയർലെസ് ആയിട്ട് ഉണർത്തിയിട്ട് അങ്ങോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. ഇനി നമ്മൾ അടുത്ത സ്റ്റാൻസിലാണ് നോക്കുന്നത്. ഹി റോഡ് നൗ അസ് ഹി നെവർ റോഡ് ബൈ റോക്കി ലൈൻ ആൻഡ് ഫെൻ. ദ സിക്ക് മാൻസ് വൈഫ് ഓപ്പൺ ദ ഡോർ. ഫാദർ യു കം അഗെയിൻ. എന്താണ് നമ്മുടെ ഈ ഒരു സ്റ്റാൻസിൽ പറയുന്നത്? ഹി റോഡ് നൗ അസ് ഹി നെവർ റോഡ് ബൈ റോക്കി ലൈൻ ആൻഡ് ഫെൻ. അദ്ദേഹം ഇതുവരെ ഓടിക്കാത്ത അത്രയും സ്പീഡിലായിരുന്നു ആ ഒരു ടൈമിൽ കുതിരയും കൊണ്ട് ഓടിച്ചിരുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ചെല്ലാൻ പറഞ്ഞതായിരുന്നു അല്ലേ? ആ ഒരു ടൈമിൽ അദ്ദേഹം ഉറങ്ങിപ്പോയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ എത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം ഉണർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു കുറ്റബോധം വരികയും അദ്ദേഹം തൻ്റെ കുതിരയെ ഉണർത്തി ആ ഒരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മാക്സിമം സ്പീഡിൽ ആ ഒരു കുതിരയും കൊണ്ട് ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പാറ. ഫെൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറ്റ്ലാൻഡ് അഥവാ ചതുപ്പ് നിലം. ലൈൻ എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ വഴി, അതായത് ഊടുവഴികളെയൊക്കെയാണ് ലൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഏതിലൂടെയായിരുന്നു ഓടിച്ചിരുന്നത്? ബൈ റോക്കി ലൈൻ ആൻഡ് ഫെൻ. പാറക്കൂട്ടങ്ങളുള്ള ഇടുങ്ങിയ വഴികളിലൂടെയും അതുപോലെ തന്നെ ചതുപ്പ് നിലങ്ങളുള്ള ആ ഒരു സ്ഥലത്ത് കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുതിരയും കൊണ്ട് പോയിരുന്നത്. അപ്പോൾ ഈ ഒരു ലൈനിൽ എന്താണ് പറയുന്നത്? വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പ്ലേസിലൂടെയായിരുന്നു നമ്മുടെ ആ ഒരു പ്രീസ്റ്റ് സഞ്ചരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു യാത്ര എന്ന് പറയുന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ആ ഒരു വഴിയിലൂടെയായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ ഒരു സിക്ക് മാൻ്റെ വീട്ടിലെത്തി. ദ സിക്ക് മാൻസ് വൈഫ് ഓപ്പൺ ദ ഡോർ. ഫാദർ യു കം അഗെയിൻ. ആ ഒരു സിക്ക് മാൻ്റെ വൈഫ് വാതിൽ തുറന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഫാദർ യു കം അഗെയിൻ. താങ്കൾ വീണ്ടും വന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? യഥാർത്ഥത്തിൽ ഫാദറിന് പകരം ആ ഒരു സമയത്ത് അന്ത്യകർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ അദ്ദേഹത്തിന് എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് പകരമായിട്ട് മറ്റാരോ അവിടെ വന്നിരുന്നു. കാരണം എന്താണ്? ആ ഒരു സിക്ക് മാൻ്റെ വൈഫ് ചോദിക്കുന്നുണ്ട്, ഫാദർ യു കം അഗെയിൻ, താങ്കൾ വീണ്ടും വന്നോ എന്ന്. അപ്പോൾ തനിക്ക് പകരമായിട്ട് അവിടെ വേറെ ആരോ വന്നിട്ടുണ്ട് എന്ന് ഫാദറിന് മനസ്സിലാവുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസ് നോക്കാം. ആൻഡ് ഈസ് ദ പുവർ മാൻ ഡെഡ്? ഹി ക്രൈഡ്. ഹി ഡൈഡ് ആൻ അവർ എഗോ. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ ഇൻ ഗ്രീഫ് സെയ്ഡ് ടു ആൻഡ് ഫ്രോ. ഈ ഒരു സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത്? ആ ഒരു പ്രീസ്റ്റ് ആ ഒരു പുവർ മാൻ്റെ വൈഫിനോട് ചോദിക്കുകയാണ്, ഈസ് ദ പുവർ മാൻ ഡെഡ്? ആ ഒരു പുവർ മാൻ മരിച്ചോ എന്ന്. അദ്ദേഹം വളരെ സങ്കടത്തോടെയായിരുന്നു ചോദിച്ചത്. ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ വൈഫ് മറുപടിയായിട്ട് പറയുന്നുണ്ട്, ഹി ഡൈഡ് ആൻ അവർ എഗോ. അദ്ദേഹം 1 മണിക്കൂർ മുന്നേ മരിച്ചുപോയി.
The old priest Peter Gilligan in grief said to and fro. ഇവിടെ എന്താണ് സ്വേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വശത്തേക്ക് ചായുക, അതിനെയാണ് സ്വേഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നതിനെയാണ് ഫ്രോ എന്ന് പറയുന്നത്. എന്താണ് ഈ ഒരു ലൈനിൽ പറയുന്നത്? നമ്മുടെ ആ ഒരു പ്രീസ്റ്റ് ആ ഒരു സിക്ക് മരണ വാർത്ത അറിഞ്ഞ് വളരെ സങ്കടത്തോടെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം വളരെ അലസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ഇനി നമ്മൾ 10ാമത്തെ സ്റ്റാൻസയാണ് നോക്കുന്നത്. When you were gone, he turned and died, as merry as a bird. The old priest Peter Gilligan, he knelt him at the word. ആ ഒരു സിക്ക് വൈഫ് ആ ഒരു പ്രീസ്റ്റിനോട് മറുപടി ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങളിവിടെ നിന്ന് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു എന്ന്. അപ്പോൾ ഇവിടെ ടേൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? തിരിയുക. അപ്പോൾ ഹീ ടേൺ ആൻഡ് ഡൈഡ്, അദ്ദേഹം ഒന്ന് തിരിഞ്ഞു, അതിനുശേഷം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. എങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് പറയുന്നത്? ആസ് മെറി ആസ് എ ബേർഡ്. മെറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹാപ്പി. ഒരു ബേർഡിനെ പോലെ ഹാപ്പി ആയിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗിലിഗൻ ഹി നെൽറ്റ് ഹിം അറ്റ് ദാറ്റ് വേർഡ്. എന്താണ് ഇവിടെ പറയുന്നത്? ആ ഒരു സ്ത്രീയുടെ വാക്ക് കേട്ടപ്പോൾ ഫാദർ ഗിലീഗന് പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുകുത്തി. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? താൻ വന്നതായിട്ട് ആ ഒരു സ്ത്രീ പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഗിലിഗൻ അവിടെ വന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ ആരാണ് അവിടെ അദ്ദേഹത്തിന് പകരമായിട്ട് വന്നിട്ടുള്ളത്? തനിക്ക് പകരം ദൈവം അവിടെ മറ്റാരെയോ എത്തിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ അത്ഭുതങ്ങൾ അവിടെ കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിന് നന്ദി പ്രകടിപ്പിക്കാനായിട്ട് അദ്ദേഹം അവിടെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി നമ്മൾ 11ാമത്തെ സ്റ്റാൻസയാണ് നോക്കുന്നത്. ഹി who hath made the night of stars, for souls who tire and bleed, send one of these great angels down to help me in my need. ഇവിടെ ഹി എന്ന് പറയുന്നത് ഗോഡാണ്. ഹാത്ത് മീൻസ് ഹാസ്. ഫോർ സോൾസ് വുഡ് ടയർ ആൻഡ് ബ്ലീഡ്. ടയർ ആൻഡ് ബ്ലീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചോര നീരാക്കി അധ്വാനിക്കുന്ന ആ ഒരു മനുഷ്യർക്കിടയിലേക്ക് നക്ഷത്രങ്ങൾ നിറഞ്ഞ ആ ഒരു രാത്രിയിൽ സെൻഡ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഏഞ്ചൽസ് ഡൗൺ. ദൈവത്തിൻ്റെ മാലാഖമാരിൽ ഒരാളെ അവരുടെ അടുത്തേക്ക് അയച്ചു. എന്തിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു അയച്ചത്? ടു ഹെൽപ്പ് മീ ഇൻ മൈ നീഡ്. എൻ്റെ അസാന്നിധ്യത്തിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ദൈവം അങ്ങനെ ചെയ്തത്. യഥാർത്ഥത്തിൽ ഫാദർ ഗിലീഗൻ ആയിരുന്നു ആ ഒരു സുഖമില്ലാത്ത ആളുടെ വീട്ടിലേക്ക് ചെല്ലേണ്ടത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ദുഃഖഭാരത്താൽ അദ്ദേഹം പ്രാർത്ഥനയിലാണ്ട് അങ്ങനെ ഉറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹത്തിനു പകരമായിട്ട് ഈ ഒരു മാലാഖയെ ഭൂമിയിലേക്ക് അയക്കുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റാൻസ് നോക്കാം. He who is wrapped in purple robes with planets in his care had pity on the least of things asleep upon a chair. wrapped എന്ന ആ ഒരു വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് പൊതിയുക എന്നാണ്. അതുപോലെ റോബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നീണ്ട ഗൗണിനെയാണ് റോബ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്? ഈ ഒരു പർപ്പിൾ കളറിലുള്ള ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ആ ഒരു ഗൗൺ അണിഞ്ഞാണ് നമ്മുടെ ഈ ഒരു ഏഞ്ചൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മാലാഖ നിൽക്കുന്നത്. ഈ ഒരു പർപ്പിൾ കളറിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ബൈബിളിൽ അധികാരത്തെ കാണിക്കുന്ന അല്ലെങ്കിൽ അധികാരികളുടെ ആ ഒരു വേഷത്തെ കാണിക്കുന്ന ഒരു കളറാണ് ഈ ഒരു പർപ്പിൾ കളർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മാലാഖ അണിഞ്ഞു നിൽക്കുന്നതും ഈ ഒരു പർപ്പിൾ കളറിലുള്ള ഒരു ഗൗൺ തന്നെയാണ്. എല്ലാത്തിൻ്റെയും അധികാരിയായിട്ടുള്ള ദൈവം എന്താണ് ചിന്തിക്കുന്നത്? വിത്ത് പ്ലാനറ്റ്സ് ഇൻ ഹിസ് കെയർ. എല്ലാ പ്ലാനറ്റുകളും തൻ്റെ സംരക്ഷണത്തിലാണെന്നും. ഹാഡ് പിറ്റി ഓൺ ദ ലീസ്റ്റ് ഓഫ് തിങ്സ് അസ്ലീപ് അപ്പോൺ എ ചെയർ. ആ ഒരു ചെയറിൽ ഉറങ്ങിക്കിടക്കുന്ന തൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ആവശ്യനായി നിൽക്കുന്ന ആ ഒരു പുരോഹിതനോട് കരുണ കാണിക്കാനും അദ്ദേഹം മടിക്കുന്നില്ല. ആര്? ഗോഡാണ് കേട്ടോ. അപ്പോൾ ഫാദർ ഗിലീഗൻ്റെ ആവശ്യതയും ക്ഷീണവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹത്തോട് കരുണ കാണിച്ച് തനിക്ക് വേണ്ടിയിട്ട് ഒരു ഏഞ്ചലിനെ ഭൂമിയിലേക്ക് അയക്കുന്നുണ്ട്. എന്തിനാണ് അയക്കുന്നത്? തനിക്ക് പകരം തൻ്റെ ഡ്യൂട്ടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗോഡ് ഏഞ്ചലിനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. അപ്പോൾ അതിന് പ്രത്യുപകാരമായിട്ട് അല്ലെങ്കിൽ അതിനൊരു നന്ദി സൂചകമായിട്ട് ഫാദർ ഗിലിഗന് ഗോഡിനോട് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പോയം എൻഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന സമയത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ടാവും, അതുകൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പം മൈ ലഞ്ച് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.